അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്ന ഭാഗം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഭാഗമാണ്. അപ്പോൾ കണ്ണിൻ്റെ ഭാഗം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തെ ഈ കണ്ണ് വരയ്ക്കുമ്പോൾ നമ്മൾ നോക്കുമ്പം കൂടുതലായിട്ടും കണ്ണ് ഫുള്ളായിട്ട് ആ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കണ്ണ് കുറച്ച് ഭാഗത്തേക്ക് മൂടി കിടക്കുന്നതുകൊണ്ട് കണ്ണിൻ്റെ ഒരു പകുതിയുള്ള ഭാഗം നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം അത് എങ്ങനെയാണോ വരുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു ഭാഗത്ത് ഷാഡോസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഡാർക്ക് ഷെയ്ഡ് തന്നെ കൂടുതൽ കൊടുക്കുക. പിന്നെ കണ്ണ് നമുക്ക് തീരെ ചെറുതായിട്ടാണ് ഇതിൻ്റെ അകത്ത് വരയ്ക്കാൻ വരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് ബോഡി ഫുള്ളായിട്ട്, അതായത് ഫോട്ടോ ഫുള്ളായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, മുഖം നമുക്ക് ചെറുതായിട്ട് വരയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം കണ്ണിൻ്റെ അകത്ത് ഒരുപാട് ചെറുതായി പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇത്ര ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കണ്ണിൻ്റെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്താലും മതി. ഇവിടെ ഈ കണ്ണിൻ്റെ നമ്മൾ അപ്പുറത്തെ ആ സൈഡ് വരച്ചാൽ ഈ സൈഡ് വരയ്ക്കുമ്പോൾ അത്രയും ഡാർക്ക് ഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കണ്ണിൻ്റെ പുരുകം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി തെളിച്ച് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ കൊടുത്താൽ മതി. അതായത് ഫോട്ടോയിൽ എങ്ങനെയാണോ വരുന്നത് വെച്ചാൽ അതേപടി നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അതുകൊണ്ട് ഓരോ ലൈൻസ് പോലെ വരയ്ക്കുകയൊന്നും വേണ്ട. പുരുകം ഇവിടെ വരയ്ക്കുമ്പം അതിനുവെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അത് ഫോട്ടോയിൽ എങ്ങനെയാണ് നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമ്പോഴും ഫോട്ടോ നോക്കിയിട്ട് നമ്മൾ അതേപടി അങ്ങോട്ട് വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫേസ് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൈഡും ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിനകത്ത് ജസ്റ്റ് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗം മാത്രം ഒന്ന് നോക്കിയിട്ട് അത് ചെയ്താൽ മതി. ബാക്കി നമുക്ക് വൈറ്റ് ഏരിയാസ് തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കൂടുതൽ ഷെയ്ഡ് വരുന്നത് നെറ്റിയുടെയൊക്കെ കുറച്ച് ഭാഗം നല്ല ഷെയ്ഡിങ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ ആദ്യം വരച്ച കണ്ണിൻ്റെ ആ സൈഡിലേക്കും കുറച്ച് ഷെയ്ഡിങ് വരുന്നുണ്ട്. അത് ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ചെവിയുടെ ഭാഗങ്ങളൊക്കെ വരയ്ക്കാനാണ്. ചെവിയുടെ ഒരു ചെവി മാത്രം നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഈ സൈഡിലെ ചെവി നമുക്ക് നല്ലത് കാണാൻ സാധിക്കുന്നില്ല, അങ്ങനെ സൈഡിലെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ശരിക്കും. അപ്പം ആ ഒരു ഭാഗം നോക്കിയിട്ട് ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്താൽ മാത്രം മതി. അവിടെ കുറച്ച് ഭാഗം കാണുന്നുള്ളൂ. പിന്നെ നമ്മൾ വരയ്ക്കുന്ന ലിപ്പിൻ്റെ ഭാഗമാണ്. ലിപ്പിൻ്റെ ഭാഗം വരയ്ക്കുമ്പോൾ അതൊരു ലൈൻസ് പോലെ വരച്ചിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ ലിപ്പിൻ്റെ മുകൾ ഭാഗത്ത് കൊണ്ട് ഷെയ്ഡ് കൂടുതലും താഴത്തെ ലിപ്പിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഷെയ്ഡ് കുറച്ചും ചെയ്താൽ മതി. അത്ര ഭാഗം ചെയ്തിട്ട് അത് ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ജസ്റ്റ് ഒരു ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ ചെയ്യുക. ഇപ്പോൾ ഫോട്ടോ ഞാൻ പറഞ്ഞല്ലോ, സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്ലാരിറ്റിയുള്ള ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൂം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫോട്ടോ തെളിച്ചില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായി പോകും. പിന്നെ നമ്മൾ ഹാമറിൻ്റെ ഭാഗമാണ്. ഹാമർ വരയ്ക്കുമ്പം അതും അവിടെയും ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് ഉണ്ട് കുറച്ച് ഭാഗങ്ങൾ മോൾ ഭാഗത്ത്. അപ്പോൾ അത് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് എവിടെയാണ് കൊടുക്കുന്നത് വെച്ചാൽ അതും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യുക ഫുള്ളായിട്ട്. ചില ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് പറയുമ്പോൾ വോയിസ് ഇടറി പോകുന്നത്. ക്ലിയറായിട്ട് പറയാൻ സാധിക്കുന്നില്ല, അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഹാമറിൻ്റെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഇനി ബാക്കി നമ്മൾ വരയ്ക്കുന്ന വെച്ചാൽ കൈയുടെ കുറച്ച് ഷെയ്ഡ് ചെയ്യാനുണ്ട് ഭാഗം, അതും ചെയ്തിട്ട് പിന്നെ വരയ്ക്കുന്ന നമ്മൾ ഷർട്ടിൽ വരച്ച് കഴിയുമ്പോഴത്തേക്കും ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. പിന്നെ KGF സിനിമ 2 ആരെല്ലാം കണ്ടായിരുന്നു? കണ്ടതിന് ഞാൻ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഹാമറിൻ്റെ ഭാഗം ഫുള്ളായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് തീർത്തിട്ടുണ്ട്. കൈ പിടിച്ചിരിക്കുന്ന ഭാഗം ചെയ്തായിരുന്നു, നിങ്ങൾ കാണിക്കാത്തതാണ്.
അപ്പോൾ അതും ജസ്റ്റ് ഒന്നുമില്ല, വലിയ പാടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്താൽ മാത്രം മതി. അവിടെ വലിയ ഷെയ്ഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല ആ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ നമുക്ക് ഇനി കൈയുടെ ഭാഗം ഒന്ന് അത് ഫുള്ളായിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ഭാഗത്ത് കുറച്ച് മാത്രം ഷെയ്ഡിങ് വരുന്നുള്ളൂ. ബാക്കി ഞാൻ അതുപോലെ തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് ഞാൻ ബ്രഷ് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു റിലീസും കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം കൂടെ നമ്മൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഷർട്ടിൻ്റെ ഭാഗമുള്ളൂ. ഷർട്ടിൻ്റെ ഭാഗം നിങ്ങളെ ഫുള്ളായിട്ട് അതൊന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് മാത്രം മതി. അതിൻ്റെ അകത്ത് കുറച്ച് ഡ്രസ്സിൽ കുറച്ച് ചുളിവുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഭാഗങ്ങൾ ജസ്റ്റ് ഞാൻ വരച്ചിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ അത് അവിടെ ഒന്ന് ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ലൈറ്റ് ഷെയ്ഡ് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം ഡാർക്ക് ഷെയ്ഡ് എവിടെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗങ്ങളൊക്കെ ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ലൈറ്റ് ഷെയ്ഡും ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടെ ചെയ്യുന്ന നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. അപ്പം നിങ്ങൾ ഇപ്പം 3 പാർട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം 3 പാർട്ട് നിങ്ങൾ വരച്ച് നോക്കിയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെല്ലാം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.